بسم الله الرحمن الرحيم كذبت قوم لوط بالنذر إنا أرسلنا عليهم حاصبا إلا آل لوط نجيناهم بسحر نعمة من عندنا كذلك نجزي من شكر ولقد أنذرهم بطشتنا فتماروا بالنذر ولقد راودوه عن ضيفه فطمسنا أعينهم فذوقوا عذابي ونذر ولقد صبحهم بكرة عذاب مستقر فذوقوا عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഖമറാണ് 54-ാമത്തെ അധ്യായമായ സൂറത്തു അൽ ഖമറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് മുൻപ് കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ അവരുടെ ദുശ്ചെയ്തികളുടെ ഫലമായി അള്ളാഹു അവരെ നശിപ്പിച്ചതിനെ കുറിച്ചാണ്. അതിലൂടെ നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. ആ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിവരിച്ചത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലൂടെ ആലോചിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അക്കൂട്ടത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചും അതുപോലെ സ്വാലിഹ് നബിയുടെ സമൂഹത്തെക്കുറിച്ചും ഹൂദ് നബിയുടെ സമൂഹത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. ആ സമൂഹത്തെ നശിപ്പിച്ചതും അതിനുള്ള കാരണങ്ങളുമൊക്കെ ഒരു ചുരുങ്ങിയ രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. ഈ ചരിത്രങ്ങളെല്ലാം മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും നമ്മൾ വിശദീകരിക്കാനിരിക്കുന്ന ലൂത്ത് നബിയുടെ ചരിത്രവുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് പലതവണ ചുരുങ്ങിയ രൂപത്തിലും വിശദമായ രൂപത്തിലുമൊക്കെ വിശദീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചരിത്രം പറയുകയാണ് എങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമകാലീനനായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബന്ധു കൂടിയായിരുന്നു ലൂത്ത് നബി. അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു ലൂത്ത് നബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ കൂടെ ഹിജ്റ പോകുന്നതിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പിന്നീട് ലൂത്ത് നബി സദൂം എന്നുള്ള പ്രദേശത്തേക്ക് താമസം മാറ്റുകയും ആ നാട്ടിൽ അവിടുത്തെ ജനങ്ങളിലേക്ക്, ആ ദുഷിച്ച സമുദായത്തിലേക്ക് പ്രവാചകനായിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. സദൂം ദേശക്കാരുടെ പ്രത്യേകത അവർ ഷിർക്കിലും കുഫറിലുമൊക്കെ ആയിരുന്നു. അതുപോലെയുള്ള എല്ലാ തിന്മകളും അവരിൽ ഉണ്ടായിരുന്നു, വലിയ തിന്മകളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരിൽ ഉണ്ടായിരുന്ന ഒരു വലിയ തെറ്റായിട്ട്, തിന്മയായിട്ട് പഠിപ്പിക്കപ്പെട്ടുള്ളത് സുവർഗരതിയാണ്. അഥവാ ലൈംഗിക കാര്യങ്ങൾക്ക് സ്ത്രീ പുരുഷ ബന്ധമാണ് പ്രകൃതി മതമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിന് വിപരീതമായി സുവർഗരതിയാണ് ആ സമൂഹം അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. അങ്ങനെ ദുഷിച്ച ഒരു സമൂഹത്തിലേക്കാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കുന്നത്. സദൂം എന്നുള്ള ദേശത്തേക്ക്, അഥവാ ഇന്നത്തെ ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ ആ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. അന്നത്തെ വലിയ, ആ കാലഘട്ടത്തിലെ വലിയ ഒരു പട്ടണമായിരുന്നു സദൂം എന്ന് പറയുന്നത് എന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ആ സമൂഹം ദുഷിച്ചു കഴിഞ്ഞപ്പോൾ, ഈ രൂപത്തിൽ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അവരിലേക്ക് മലക്കുകളെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്തു. ആ മലക്കുകൾ ആദ്യം ആ നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ആദ്യമായി ചെന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലാണ്.
നമുക്കറിയാം ആ ചരിത്രമൊക്കെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വീട്ടിൽ ഇതുപോലെ രണ്ടാളുകൾ വരികയും ആ ഇബ്രാഹിം നബി അവരെ സൽക്കരിക്കുകയും അവർക്ക് വേണ്ടി ഒരു മൂരിക്കുട്ടനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ഒരുക്കുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ആ ഭക്ഷണം കഴിക്കാതെ, ഈ അതിഥികൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് ചെറിയ പേടി തോന്നുകയും അപ്പോഴാണ് മലക്കുകളാണ് എന്നും നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത് എന്നും ഞങ്ങൾ ലൂത്ത് നബിയുടെ സമൂഹത്തിലേക്ക് അവരെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ഈ മലക്കുകൾ അദ്ദേഹത്തോട് പറയുന്നത്. അപ്പോൾ ആ സന്തോഷ വാർത്ത മക്കളില്ലാതെ വിഷമിക്കുന്ന ഇബ്രാഹിം നബിക്ക് മകനുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു. ഞാൻ ആ ചരിത്രത്തിലേക്ക് കൂടുതൽ പോവുകയല്ല. അതിനുശേഷം നേരിട്ട് ഈ മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചരിത്രങ്ങളിൽ കാണാം, അദ്ദേഹത്തിന്റെ മക്കൾ ആ വീട്ടിലേക്ക് വന്ന അതിഥികളെ സ്വീകരിച്ചു. പക്ഷേ ലൂത്ത് നബിക്ക് വലിയ വിഷമമായി. കാരണം ഈ മലക്കുകൾ വന്നത് സുന്ദരന്മാരായ സുമുഖന്മാരായ 2 യുവാക്കളായിക്കൊണ്ടാണ് വന്നത്. അങ്ങനെയുള്ള ആളുകളെ ആ നാട്ടിലുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ ദുർവൃത്തിക്ക് പ്രേരിപ്പിക്കും എന്നതായിരുന്നു ലൂത്ത് നബിയുടെ വിഷമം. ആ ദുർവൃത്തിക്ക് കൂട്ടുനിന്നിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ സത്യനിഷേധികൾക്ക് മാതൃകയായി വിശദീകരിക്കപ്പെട്ട 2 സ്ത്രീകൾ, ഒന്ന് മുമ്പ് നമ്മൾ വിശദീകരിച്ച നൂഹ് നബിയുടെ ഭാര്യയും രണ്ടാമത്തേത് ലൂത്ത് നബിയുടെ ഭാര്യയുമായിരുന്നു. റബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. സത്യനിഷേധികൾക്ക് മാതൃകയായിക്കൊണ്ട് വിശദീകരിച്ചത് ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്, ലൂത്തിന്റെയും നൂഹിന്റെയും ഭാര്യമാരായിരുന്നു. കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹിൻ, അവർ 2 പേരും ആവട്ടെ സ്വാലിഹീങ്ങളായ നമ്മുടെ 2 അടിമകളുടെ കീഴിലായിരുന്നു എന്ന് സൂറത്തു തഹരീമിൽ വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ അതിഥികൾ വീട്ടിൽ വന്നു എന്നുള്ള വിവരം പുറം ലോകത്തെ പുറത്തുള്ള ആളുകളെ അറിയിച്ചതുപോലെതായി 2 സുമുഖന്മാർ വീട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള വിവരം പോലും പുറത്തേക്ക് വിട്ടത് ഈ ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു എന്നും നമുക്ക് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആളുകൾ വരികയും ആ ആളുകളെ പുറത്തേക്ക് അയക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം ഈ വന്ന ആളുകൾ പറയുകയാണ്, ഞങ്ങൾ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വന്നവരാണ്, മലക്കുകളാണ് ഞങ്ങളെന്നൊക്കെ ആ ലൂത്ത് നബിയോട് പറഞ്ഞു കൊടുക്കുകയും ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചിറകിനാൽ ആ സമൂഹത്തിന്റെ കണ്ണുകൾ ഒന്നടങ്കം തുടച്ചു നീക്കപ്പെട്ടു എന്നും അവസാനം ആ സമൂഹത്തെ കീഴ്മേൽ മറിച്ച് നശിപ്പിച്ചു എന്നും അതോടൊപ്പം ചരൽ കല്ലുകൾ കൊണ്ടുള്ള മഴ അവിടെ വർഷിച്ചു എന്നും അവർക്ക് ശിക്ഷയായിക്കൊണ്ട് വർഷിച്ചു എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും ചാവുകടൽ, ഡെഡ് സീ എന്നറിയപ്പെടുന്ന ചാവുകടൽ സ്ഥിതി ചെയ്യുന്ന ആ ദേശമാണ് അന്നത്തെ സദൂം ദേശം. ആ സമൂഹത്തെ നശിപ്പിച്ചതിന്റെ ഒരു ദൃഷ്ടാന്തമെന്നോണം ഇന്നും അതവിടെ നിലകൊള്ളുന്നു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ലൂത്ത് നബിയുടെ ചരിത്രത്തിന്റെ ഒരു ചെറിയ ഒരു രൂപം. ഇനി സൂറത്തു അൽ ഖമറിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആ കാര്യം കുറഞ്ഞ ആയത്തുകളിലായിട്ട് പറഞ്ഞു പോവുകയാണ്. എന്നാൽ മറ്റധ്യായങ്ങളിൽ വിശദമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് കാണുവാനും സാധിക്കും. ഏതായിരുന്നാലും ഈ അധ്യായത്തിൽ ഉള്ള കാര്യം നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കذبت قوم لوط بالنذر إنا أرسلنا عليهم حاصبا إلا آل لوط نجيناهم بسحر نعمة من عندنا كذلك نجزي من شكر ولقد أنذرهم بطشتنا فتماروا بالنذر ولقد راودوه عن ضيفه فطمسنا أعينهم فذوقوا عذابي ونذر ولقد صبحهم بكرة عذاب مستقر فذوقوا عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت قوم لوط كذبت നമ്മൾ മുമ്പ് വിശദീകരിച്ച ഭാഗങ്ങളാണ് അതൊക്കെ. കളവാക്കി. ഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ജനത. ഖൗമ് എന്ന് പറഞ്ഞ ജനത. ലൂത്ത് നബിയുടെ ജനത കളവാക്കി. ബിൻ നുദുർ, താക്കീതുകളെ, അള്ളാഹുവിന്റെ താക്കീതുകളെ
ആ ജനത കളവാക്കി എന്നർത്ഥം. അത് മുമ്പ് വിശദീകരിച്ച പ്രവാചകന്മാരുടെതൊക്കെ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൂത്ത് നബിയുടെ ജനത ആ താക്കീതുകളെ കളവാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ ഇല്ലാ ആല ലൂത്തിൻ നജ്ജയ്നാഹും ബിസഹർ ഇന്നാ അർസൽനാ അലൈഹിം, നാം അവരുടെ മേൽ അയച്ചു. ഇന്നാ അർസൽനാ അലൈഹിം, നാം അവരുടെ മേൽ അയച്ചു. ഹാസിബൻ, ഹാസിബൻ ഒരു ചരൽ വർഷം, ചരൽ കാറ്റ് നാം അവരുടെ മേൽ അയച്ചു. ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ, നാം അവരുടെ മേൽ ഒരു ചരൽ കാറ്റിനെ അല്ലെങ്കിൽ ചരൽ മഴയെ, ഒരു ചരൽ വർഷം അയക്കുകയുണ്ടായി. ഇല്ല ആല ലൂത്തിൻ, ലൂത്തിന്റെ കുടുംബമൊഴിച്ച്. നജ്ജയ്നാഹും, നാം അവരെ രക്ഷപ്പെടുത്തി. ബിസഹർ, സഹറിന്റെ സമയത്ത്. സഹർ എന്ന് പറഞ്ഞാല് അത്തായത്തിനൊക്കെയാണ് പറയുക. അത്തായത്തിന്റെ സമയത്ത്, ആ നേരം പുലരാൻ സമയം, അതാണ് സഹർ എന്ന് പറയുന്നത്. അത്തായം, ആ രാത്രിയുടെ അന്ത്യ സമയം, സുബഹിയോട് തൊട്ടു മുമ്പുള്ള സമയം. നമ്മൾ അത്തായം കഴിക്കുമല്ലോ നോമ്പിനൊക്കെ, അതിനാണ് സഹർ എന്ന് പറയുക. അപ്പോ ആ പുലർവേളയിൽ, ആ രാത്രിയുടെ ആ അന്ത്യ സമയത്ത്, ആ പുലരാൻ കാലത്ത്, ആ സഹറിന്റെ സമയത്ത് നാം ലൂത്ത് നബിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും ഒക്കെ രക്ഷപ്പെടുത്തി എന്നർത്ഥം. ഇവിടെ ആല ലൂത്ത് എന്ന് പറഞ്ഞാൽ, ലൂത്ത് നബിയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ, ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല, അദ്ദേഹത്തിൽ വിശ്വസിച്ച, അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിച്ചതായ ആ ആളുകളെ, അഥവാ ലൂത്ത് നബിയുടെ ഭാര്യ ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. അവർ സത്യനിഷേധികൾക്ക് മാതൃകയാണ്, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ഭാര്യ ഇതിലെന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ചരിത്രങ്ങളിൽ കാണാൻ പറ്റും, ആ പുലരാൻ കാലത്ത് ലൂത്ത് നബിയോടും ആ മക്കളോടും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളോടുമൊക്കെ അവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അതാണ് ആ സമയത്ത് രക്ഷപ്പെടുത്തി എന്ന് പറയുക. ആ പുലരാൻ കാലത്ത് അവരോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അങ്ങനെയാണ് പിന്നീടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ, തീർച്ചയായും നാം അവരുടെ മേൽ ഒരു ചരൽക്കാറ്റിനെ അയച്ചു. ഇല്ലാ ആല ലൂത്തിൻ, ലൂത്തിന്റെ കുടുംബമൊഴിച്ച്. നജ്ജയ്നാഹും, നാം അവരെ രക്ഷപ്പെടുത്തി. ബിസഹർ, ഒരു സഹറിന്റെ സമയത്ത് എന്നർത്ഥം. സഹറിന്റെ സമയത്ത് അഥവാ പുലരാൻ കാലത്ത് എന്നർത്ഥം. ഈ ഹാസിബിനെ കുറിച്ചൊക്കെ സൂറത്ത് മുൽക്ക് തബാറക്ക നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ആ ലൂത്ത് നബിയിലേക്ക് 2 ശിക്ഷ വന്നിട്ടുണ്ട്. ഒരേ സമയത്ത് 2. ഒന്ന് അവരെ കീഴ്മേൽ മറിക്കുക എന്നതും അതോടൊപ്പം തന്നെ ഈ ചരൽ വർഷവും. ഇത് രണ്ടും സൂറത്തു മുൽക്കിൽ കാണാം. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള് ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ യുർസിലസ് സമാഅ അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. ഇങ്ങനെ അവിടെ 2 ആദ്യത്തെ ആയത്തിൽ ആ കീഴ്മേൽ മറിച്ചതുമാണ് പറയുന്നത്, തൊട്ടടുത്ത ആയത്തിൽ ചരൽ വർഷവുമാണ്. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ അയച്ച, അങ്ങനെ ശിക്ഷ ഉണ്ടാക്കിയ ആ ഇതിൽ തൊട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സൂറത്ത് മുൽക്കിൽ ആ കാര്യം അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. വേറെ ചില അധ്യായങ്ങൾ, വേറെ ധാരാളം അധ്യായങ്ങളിലും ആ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നൂഹ് നബിയെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ഇനി പറയും നോക്കൂ, നിഅമതൻ മിൻ ഇൻദിനാ കദാലിക നജ്സി മൻ ശകർ. നിഅമതൻ മിൻ ഇൻദിനാ, നിഅമത്ത് ഒരു അനുഗ്രഹമായിക്കൊണ്ട് ആ ലൂത്ത് നബിയെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയത് നിഅമതൻ ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ്. മിൻ ഇൻദിനാ നമ്മുടെ നമ്മിൽ നിന്നുള്ള, നമ്മുടെ അടുക്കൽ നിന്നുള്ള, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ് നാം അവരെ രക്ഷപ്പെടുത്തിയത് എന്നർത്ഥം. കദാലിക അപ്രകാരം, നജ്സി മൻ ശകർ, നജ്സി നാം പ്രതിഫലം നൽകുന്നു. നജ്സി എന്ന് പറഞ്ഞാൽ നാം പ്രതിഫലം നൽകുന്നു. മൻ ശകർ നന്ദി കാണിക്കുന്നവർക്ക്. അള്ളാഹു ചെയ്തു തന്നതായ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും ഒക്കെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് ആ നന്ദിയോടുകൂടി ജീവിക്കുന്നതായ ആളുകൾക്ക് ഇത്തരത്തിൽ പ്രതിഫലം നൽകും എന്നർത്ഥം. അതാണ് നിഅമതൻ മിൻ ഇൻദിന. ലൂത്ത് നബിയെയും സമൂഹത്തെയും കുടുംബത്തെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തിയത് നമ്മിൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ്. അത് കദാലിക നജ്സി മൻ ശകർ,
അപ്രകാരം നന്ദി കാണിക്കുന്നതായ ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നു. എന്നാൽ നന്ദികേട് കാണിക്കുന്നവർക്കോ, നന്ദി കാണിക്കുന്നവർക്ക് ഇത്തരത്തിൽ അനുഗ്രഹം നൽകുമ്പോൾ നന്ദികേട് കാണിക്കുന്നവർക്ക് ശിക്ഷയും എന്ത് ചെയ്യുന്നു, നൽകുന്നു എന്നർത്ഥം. അങ്ങനെ ഇവിടെ ചരിത്രം വളരെ ചുരുക്കിയാണ് എന്ത് ചെയ്യുന്നത്, വിശദീകരിച്ചു പോകുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മളെ ചരിത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചരിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആ മലക്കുകൾ ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതും, അങ്ങനെ ആ വീട്ടിലെത്തിയപ്പോൾ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ അവരെ വിട്ടുതരണമെന്ന് പറഞ്ഞ ചരിത്രങ്ങളൊക്കെ നിങ്ങളുടെ എന്ത് ചെയ്യണം, മനസ്സിലുണ്ടാകണം. ആ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ചരിത്രത്തെ, ഈ ഖുർആന്റെ ആയത്തുകൾ നിങ്ങൾ കാണേണ്ടത്. അപ്പോഴാണ് ആ ചരിത്രം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുക. ഏതായിരുന്നാലും ആ സമൂഹത്തിലേക്ക് ലൂത്ത് നബി പ്രവാചകനായി നിയോഗിച്ചിട്ട് വലഖദ് അൻദറഹും, തീർച്ചയായും അദ്ദേഹം അവരെ താക്കീത് ചെയ്തു. വലഖദ് അൻദറഹും, തീർച്ചയായും അദ്ദേഹം അവരെ താക്കീത് ചെയ്യുകയുണ്ടായി. എന്ത്? ബതഷ്തന, നമ്മുടെ പിടുത്തത്തെ പറ്റി, നമ്മുടെ ശക്തമായ ആ പിടുത്തത്തെ പറ്റി. മോശമായി ജീവിച്ചാൽ, തിന്മകളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ശക്തമായി നാം പിടികൂടും എന്നുള്ള ആ പിടുത്തത്തെക്കുറിച്ച് ആ സമൂഹത്തിന് അദ്ദേഹം താക്കീത് നൽകി എന്നർത്ഥം. അഥവാ ആ സമൂഹം വളരെ ദുഷിച്ച സമയത്ത്, എല്ലാ വിശ്വാസപരമായിട്ട്, കർമ്മപരമായിട്ട്, അതുപോലെ സാംസ്കാരികമായിട്ടും സ്വഭാവപരമായിട്ടും ഒക്കെ ദുഷിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ പിടുത്തമുണ്ടാകും കേട്ടോ എന്നുള്ള ആ താക്കീത് അവർക്ക് നൽകി. എന്നാൽ അപ്പോൾ അവർ തർക്കം നടത്തി ബിന്നുദർ, ആ താക്കീതുകളെ കുറിച്ച്, അദ്ദേഹം നൽകിയ ആ താക്കീതുകളെ കുറിച്ച് അവർ തർക്കിക്കുകയാണ് ഉണ്ടായത് എന്നർത്ഥം. അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കുവാനോ തയ്യാറായില്ല, മറിച്ച് അദ്ദേഹത്തോട് തർക്കിക്കാനാണ് അവർ തയ്യാറായത്. ഫതമാറൗ ബിന്നുദർ, അങ്ങനെ അവർ ആ താക്കീതുകളെ കുറിച്ച് തർക്കിച്ച് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. എന്ന് മാത്രമല്ല, വലഖദ് റാവദൂഹു അൻ ലൈഫിഹി, വലഖദ് റാവദൂഹു, അവർ ആവശ്യപ്പെട്ടു, വിട്ടുകിട്ടുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വലഖദ് റാവദൂഹു, അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അൻ ലൈഫിഹി, ആ അതിഥികളെ സംബന്ധിച്ച്, അഥവാ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്ന അതിഥികൾ, സുമുഖന്മാരായ ആ ചെറുപ്പക്കാർ, ആ രണ്ട് അതിഥികളായിട്ടുള്ള ആളുകൾ വന്നല്ലോ, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഈ പ്രകൃതി വിരുദ്ധ കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ആ ലൂത്ത് നബിയോട് അവർ ആവശ്യപ്പെട്ടു എന്നർത്ഥം. അവർക്കറിയില്ല ഇത് മലക്കുകളാണ് എന്ന്. ലൂത്ത് നബിക്കും അറിയില്ലായിരുന്നു ആ സമയത്ത് ഇത് മലക്കുകളാണ് എന്ന്. പക്ഷേ അതിഥികളായി വന്ന് ആ അതിഥികൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു ആതിഥേയന്റെ ബാധ്യതയാണല്ലോ. ആ നിലക്കുള്ള വിഷമത്തിലായിരുന്നു ലൂത്ത് നബി. ഈ സമൂഹത്തിൽ നിന്ന് ഈ അതിഥികളെ എങ്ങനെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള ഒരു വേവലാതിയിലായിരുന്നു ലൂത്ത് നബി ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ ആളുകൾ വന്നുകൊണ്ട് ആ ലൈഫ് അതിഥി ആ അതിഥികളെ വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടത് എന്നർത്ഥം. എന്നാൽ ആ വിഷമിച്ചിരിക്കുന്നതിനിടയിലാണ് ഇവർ പറഞ്ഞത്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, അതുപോലെ ഞങ്ങൾ ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വന്നതാണ് എന്നുള്ള കാര്യം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത് എന്നർത്ഥം. അങ്ങനെ നാം തുടച്ചു നീക്കി അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കി എന്നാണ്. അങ്ങനെ ആ ആളുകൾ മൊത്തം ഒന്നടങ്കം കണ്ണുകളില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ചരിത്രത്തിൽ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ചിറക് കൊണ്ടൊരു വീശൽ വീശിയപ്പോൾ ആ സമൂഹത്തിലെ ആളുകളുടെ മുഴുവൻ കണ്ണുകളും തുടച്ചു നീക്കപ്പെട്ടു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഫതമസ്നാ അഗ്യുനഹും, അങ്ങനെ നാം അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കി. ഫദൂഖു അദാബി വനുദർ, ഫദൂഖു, ഇനി നിങ്ങൾ ആസ്വദിക്കുവീൻ, അങ്ങനെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ, അദാബി, എൻ്റെ ശിക്ഷയെയും, വനുദർ, എൻ്റെ താക്കീതുകളെയും.
ഞാൻ നൽകിയ താക്കീതുകളും അതുപോലെ എൻ്റെ ശിക്ഷയും ഒക്കെ നിങ്ങൾ ഇനി ആസ്വദിച്ചു കൊള്ളുവീൻ. അത് മുമ്പും മറ്റുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചപ്പോൾ അവിടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ആ സമൂഹത്തോട് പറയുകയാണ്, എത്ര താക്കീത് നൽകിയിട്ടും മാറ്റമില്ലാതെ തുടർന്ന് സമൂഹത്തെ നശിപ്പിച്ചപ്പോൾ ഇനി ഇതാ എൻ്റെ താക്കീതും എൻ്റെ ശിക്ഷയും ഒക്കെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ. അങ്ങനെ ആ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. വലഖദ് സ്വബ്ബഹഹും ബുക്റാം വലഖദ് സ്വബ്ബഹഹും ബുക്റാം, തീർച്ചയായും ആ പ്രഭാത സമയത്ത് അവരെ ബാധിച്ചു കളഞ്ഞു. സ്വബ്ബഹ ബുക്റത്ത് എന്ന് പറഞ്ഞാലും എന്താണ് തന്നെ, ബുക്ര എന്ന് പറഞ്ഞാലും ഒരു രാവിലെ സമയത്തിനാണ് പറയാ ബുക്റത്ത്. സ്വബ്ബഹ എന്ന് പറഞ്ഞാൽ സ്വബാഹ് എന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ സ്വബ്ബഹഹും അവരെ രാവിലെ ബാധിച്ചു എന്നർത്ഥം. രാവിലെ ബാധിച്ചു, പ്രഭാത സമയത്ത് ബാധിച്ചു. അത് പറയാലോ, ആ ലൂത്ത് നബിയോട് ആ സഹറിന്റെ വേളയിലാണ് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞത്. ആ സഹറിന്റെ വേളയിൽ ലൂത്ത് നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചതായ കുടുംബാംഗങ്ങളും മറ്റുള്ള ആളുകളും എന്ത് ചെയ്യും, അവിടുന്ന് രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിനുശേഷം ആ പുലർവേളയിൽ രാവിലെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എന്നർത്ഥം. അതാണ് വലഖദ് സ്വബ്ബഹും ബുക്റാം, തീർച്ചയായും ആ പ്രഭാതത്തിൽ ആ രാവിലെ സമയത്ത് അവരെ ബാധിച്ചു അദാബും മുസ്തഖിർ, ഉറച്ച ഒരു ശിക്ഷ. അദാബും മുസ്തഖിർ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന, നീങ്ങിപ്പോകാത്ത ഒരു ശിക്ഷ അവരെ ബാധിച്ചു. അതാണ് മുസ്തഖിർ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നീങ്ങിപ്പോകാത്ത, സ്ഥിരമായി നിൽക്കുന്ന എന്നൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനെ നീങ്ങിപ്പോകാത്ത ഉറച്ചു നിൽക്കുന്ന ഒരു ശിക്ഷ അവരെ ബാധിച്ചു. ഫദൂഖു അദാബി വനുദിർ, വീണ്ടും അള്ളാഹു പറയാം, ഫദൂഖു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ, അദാബി വനുദിർ എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതുകളും നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തു എന്നർത്ഥം. അപ്പൊ ആ രാവിലെ സമയത്ത് അവരെ ബാധിച്ച ശിക്ഷ എന്താണ്? ഒന്ന്, അവരെ ആ പ്രദേശം എന്ത് ചെയ്തു, കീഴ്മേൽ മറിക്കപ്പെട്ടു. ആ പ്രദേശത്തെ ഒന്നുമടങ്കം കീഴ്മേൽ മറിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു ചരൽ വർഷം അവരിലേക്ക് ഉണ്ടാവുകയുണ്ടായി. ഒരു ചരൽ വർഷം, ചരൽ മഴ, ചരൽ കാറ്റ് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതും അവരിലേക്കുണ്ടായി. ഇങ്ങനെ ഒരേ സമയം രണ്ട് തരത്തിലുള്ള ശിക്ഷ വരികയും ആ സമൂഹം ഒന്നടങ്കം എന്ത് ചെയ്തു, നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ലൂത്ത് നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചതായ അദ്ദേഹത്തിന്റെ മക്കളടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അത് വിശ്വസിച്ചതായ ആളുകളെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. അത് ഒരു പ്രഭാത സമയത്തായിരുന്നു ലൂത്ത് നബിയുടെ ജനതയിലേക്ക് വന്ന ശിക്ഷ. ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തിയതുമൊക്കെ ഒരു പുലർവേളയിലായിരുന്നു, അത്തായ ആ സഹറിന്റെ സമയത്തായിരുന്നു എന്നും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയുമാണ് ലൂത്ത് നബിയെ കുറിച്ച് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. എന്നാൽ മറ്റു പല അധ്യായങ്ങളിലും വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ധാരാളം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ സമൂഹത്തെക്കുറിച്ച്, ആ ജനതയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ആ ജനതയിൽ ഉണ്ടായിരുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ, ശിർക്കും കുഫറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സ്വർഗ്ഗരതി എന്ന് പറയുന്ന വലിയ ആ ജനതയിലാണ് ആ ഒരു തിന്മ ഉണ്ടായത് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ആ ഒരു വലിയ തിന്മയുണ്ടായിരുന്നു. ആര് വന്നു കഴിഞ്ഞാലും അവരെയൊക്കെ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ കാര്യത്തിന് നിർബന്ധിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ആ ദുഷിച്ച പ്രവൃത്തി ചെയ്ത ആ സമൂഹത്തെ ലൂത്ത് നബിയുടെ താക്കീത് അവഗണിച്ച് മുന്നേറിയപ്പോൾ ആ ജനതയെ ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ് ഉണ്ടായത്. നമുക്കും അതിൽ ഗുണപാഠമുണ്ട്. അത്തരത്തിലുള്ള തിന്മകൾ, ഷിർക്കാവട്ടെ, കുഫറാവട്ടെ, സ്വർഗ്ഗരതി പോലെയുള്ള അധാർമിക പ്രവർത്തനങ്ങളാവട്ടെ നമ്മിലും ഉണ്ടാകുവാൻ പാടില്ല. നമ്മിൽ അത് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശിക്ഷകൾ നമുക്കും വരാം എന്നുള്ള ഗുണപാഠമാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, അങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വല്ലവരുമുണ്ടോ?
ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും അതുപോലെയുള്ള ഗുണപാഠങ്ങളുമൊക്കെ ധാരാളമായി വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വളരെ ലളിതമായ രൂപത്തിൽ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ട് അത് കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ആരുണ്ട് തയ്യാറായിട്ടുള്ളത് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഓരോ ചരിത്രം വിശദീകരിക്കുമ്പോഴും ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറി ചെല്ലണം ആ ആയത്തിന്റെ ആശയം. ഞാനുണ്ട് വിശുദ്ധ ഖുർആൻ കേൾക്കാൻ, വായിക്കാൻ, പഠിക്കാൻ, അതിലുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഞാനുണ്ട് എന്നുള്ള ആ ഒരു മനസ്സുകൊണ്ടുള്ള ആ ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുമാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്. അതിനു വേണ്ടിയാണ് ഈ ചരിത്രങ്ങൾ മുഴുവനും വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലൂത്ത് നബിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. കൃത്യമായി വായിക്കുക, പഠിക്കുക, ചരിത്രങ്ങൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുക. ചരിത്രം കേവലം ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറം ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഗുണപാഠം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനുള്ള സൗഭാഗ്യം തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി അർത്ഥം ഒന്ന് പറഞ്ഞു പോകാം. കദ്ദബത്ത് ഖൗമു ലൂത്തിൻ ബിന്നുദുർ, ലൂത്തിന്റെ ജനത ആ താക്കീതുകളെ വ്യാജമാക്കുകയുണ്ടായി. ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ, തീർച്ചയായും നാം അവരുടെ മേൽ ഒരു ചരൽ കാറ്റിനെ അയച്ചു. ഇല്ലാ ആല ലൂത്തിൻ, ലൂത്തിന്റെ കുടുംബത്തെ ഒഴികെ, നജ്ജൈനാഹും ബിസഹർ, ഒരു പുലർവേളയിൽ നാം അവരെ രക്ഷപ്പെടുത്തി. നിഅ്മതൻ മിൻ ഇൻദിനാ, നമ്മുടെ അടുക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമെന്നോണം. കദാലിക നജ്സി മൻ ശകർ, നന്ദി കാണിക്കുന്നതായ ആളുകൾക്ക് അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു. വലഖദ് അൻദറഹും ബതശ്തനാ, നമ്മുടെ ആ പിടുത്തത്തെ കുറിച്ച് തീർച്ചയായും അദ്ദേഹം അവർക്ക് താക്കീത് നൽകി. ഫതമാറൗ ബിന്നുദുർ, അങ്ങനെ അവർ ആ താക്കീതുകളെ കുറിച്ച് തർക്കിക്കുകയും അങ്ങനെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തു. വലഖദ് റാവദൂഹു അൻ ദൈഫിഹി, തീർച്ചയായും അവർ അദ്ദേഹത്തോട് ആ അതിഥികളെ വിട്ടുകിട്ടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. ഫതമസ്നാ അയുനഹും, അങ്ങനെ നാം അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കി. ഫദൂഖു അദാബി വനുദർ, നിങ്ങൾ എൻ്റെ ശിക്ഷയെയും എൻ്റെ താക്കീതുകളെയും ആസ്വദിച്ചു കൊള്ളുവീൻ. വലഖദ് സബ്ബഹഹും ബുക്റതൻ അദാബും മുസ്തഖിർ, തീർച്ചയായും ഒരു ഉറച്ചു നിൽക്കുന്ന ഒരു ശിക്ഷ ആ പ്രഭാതവേളയിൽ അവരെ ബാധിക്കുകയുണ്ടായി. ഫദൂഖു അദാബി വനുദർ, നിങ്ങൾ എൻ്റെ ശിക്ഷയെയും എൻ്റെ താക്കീതുകളെയും ആസ്വദിച്ചു കൊള്ളുവീൻ എന്നവരോട് പറയപ്പെടുകയും ചെയ്തു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഈ വിശുദ്ധ ഖുർആനിനെ തീർച്ചയായും നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് ആലോചിച്ച് മനസ്സിലാക്കുവാൻ, അതിനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്നു. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള സൗഭാഗ്യം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.